കേരളത്തിലത്തെ ഏറ്റവും സയൻസ് ബേസ്ഡ് വർക്കൗട്ട് റൂട്ടീൻ ആണ് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് 5 ഡേയ്സിൽ പറഞ്ഞുതരാൻ പോണത്. പറയാൻ പോണ കാര്യങ്ങളൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ലാസ്റ്റ് ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന വിധം ഒരു സിമ്പിൾ ഗൈഡും പറഞ്ഞുതരാം. സോ ഇതാണ് എന്റെ ഡേ 19 ഓഫ് ഫൈനലി ഗെറ്റിംഗ് ദാറ്റ് ആബ്സലൻസ്. ഫസ്റ്റ് ഒരു ക്വാഡ് ഫോക്കസ്ഡ് ലെഗ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ലെഗ് ചെയ്യാനുള്ള റീസൺ എന്റെ പ്രയോറിറ്റി ലെഗ്സ് ആയതുകൊണ്ടാണ്. സോ റെസ്റ്റ് ഡേ കഴിഞ്ഞ് ലെഗ് ട്രെയിൻ ചെയ്യാനുണ്ട്. ദർ വിൽ ബി ലെസ് സീരിയസ് ഫാറ്റിഗ് ഫ്രം ദ ലാസ്റ്റ് സെഷൻ. ഫസ്റ്റ് എക്സസൈസ് ലെഗ് പ്രസ് ആണ്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നീ ഫ്ലെക്ഷൻ വരുത്താനാണ്. സോ ഫീറ്റ് മാക്സിമം പ്ലാറ്റ്ഫോമിൽ ലോവർ ആക്കി വെക്കുക. സെക്കൻഡ് എക്സസൈസ് ആണ് സീറ്റഡ് ലെഗ്. നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിന് ഒറ്റ എക്സസൈസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. കാരണം ഹാംസ്ട്രിങ് ഗ്രോസ് ബെറ്റർ ഓൺ ലെങ്ത് ആൻഡ് പൊസിഷൻ എന്ന് ഈ സ്റ്റഡീസിലൊക്കെ കൺസിസ്റ്റന്റ്ലി കാണിച്ചിട്ടുണ്ട്. സോ ലൈങ് ലെഗുകളെക്കാളും ഒബ്വിയസ്ലി ബെറ്റർ ആണ്. ഇനി നിങ്ങൾ ഒരു ആർഡിയുടെ പോലത്തെ ഹിഞ്ച് മൂവ്മെന്റ് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിലത്തെ ഷോർട്ട് ഹെഡ് അഥവാ ബൈസെപ്സ് ഫെമോറസ് വർക്ക് ആവില്ല. ഇനി തേർഡ് എക്സസൈസ് ആണ് കാഫ് റൈസ് ഇൻ ലെഗ് പ്രസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് സ്ട്രേറ്റ് ലെഗ് വേരിയേഷൻ സെലക്ട് ചെയ്യാനാണ്. കാരണം ഈ സ്റ്റഡീസിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് സീറ്റഡ് കാഫ് എക്സസൈസിനേക്കാളും ഫാർ ബെറ്റർ ആണ് സ്ട്രേറ്റ് ലെഗ് വേരിയേഷൻസ് എല്ലാം. ഫോർത്ത് എക്സസൈസ് ആണ് സ്മിത്ത് മെഷീൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്. ഇത് നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസിന് വേണ്ടിയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ്. ബട്ട് ഞാനിത് പേഴ്സണലി ചെയ്യുന്നത് എന്റെ നീ പെയിന് വേണ്ടിയുള്ള ഒരു കറക്റ്റീവ് എക്സസൈസ് ആയിട്ടാണ്. ആൻഡ് ദ ലാസ്റ്റ് എക്സസൈസ് ഈസ് സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ. ഇത് നിങ്ങളുടെ ലെഗ് പ്രസിൽ ആക്ടിവേറ്റ് ആവാത്ത റെക്ടസ് ഫെമോറസിനുള്ള സ്റ്റിമുലസിന് വേണ്ടിയാണ്. ഓൾസോ ലാസ്റ്റ് 2 എക്സസൈസിൽ യൂണിലാറ്ററൽ സെലക്ട് ചെയ്യാൻ കാരണം മോട്ടോർ യൂണിറ്റ് റിക്രൂട്ട്മെന്റ് കൂടുതലാക്കാൻ വേണ്ടിയാണ്. ഇനി സിമ്പിൾ ആയിട്ട് എല്ലാ എക്സസൈസും പറയുകയാണെങ്കിൽ ഫസ്റ്റ് എക്സസൈസ് നീ ഹീലിന്റെ ഫ്രണ്ടിലേക്ക് വരുത്തുക. സെക്കൻഡ് എക്സസൈസ് ഹീല് ചന്തിയിലോട്ട് വരിക. തേർഡ് എക്സസൈസ് കാല് സ്ട്രൈറ്റ് ആയിരിക്കുക, കാഫ് സ്ട്രെച്ച് ചെയ്യുക പകുതി വരെ. ഫോർത്ത് എക്സസൈസ് ഒറ്റക്കാലിൽ ഒരു സ്ക്വാട്ട് വേരിയേഷൻ. ആൻഡ് ലാസ്റ്റ് എക്സസൈസ് ഒറ്റക്കാല് വെച്ച് ഈ ഒരു മൂവ്മെന്റ്. ഓൾട്ടർനേറ്റീവ് എക്സസൈസുകൾക്കും ഞാൻ ചെയ്യുന്ന സെറ്റ്സും റെപ്പറേഞ്ചിനും വേണ്ടി ക്യാപ്ഷൻ നോക്കുക.